വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് ചില്ലി എഗ് കോളിഫ്ലവറിൻ്റെ റെസിപ്പി കാണാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കോളിഫ്ലവർ ഇതേപോലെ പൂക്കളായി അടർത്തിയെടുത്തിട്ടുണ്ട്. ചെറിയ പൂക്കളായിട്ടാണ് അടർത്തിയെടുത്തിരിക്കുന്നത്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ വെന്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരുന്ന രീതിയിലാണ് നമുക്കിത് എടുക്കേണ്ടത്. അപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ വറുത്തത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ വീണ്ടും എണ്ണ ഒഴിക്കുന്നില്ല. അതിലല്പം എണ്ണയുണ്ട്. അതിലേക്കൊരു ചെറിയ സബോള, പിന്നെ ഞാൻ ഇവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. അതിനുശേഷം ഒരു ചെറിയ ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു 2-3 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതിയാകും. ഇനി അത് മുട്ട ചേർക്കാൻ പോവാണ്. അപ്പോൾ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട മാത്രമാണ് ചേർക്കുന്നത്. മുട്ടയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചിക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ മുളക് പൊടികളോ മസാലകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് നന്നായിട്ട് മുട്ടയൊക്കെ വെന്ത് വന്നതിന് ശേഷം സോസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസുമാണ്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയ സോസാണ് ഉള്ളെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് ഒരു 30 സെക്കൻഡോളം മാത്രം വഴറ്റിയാൽ മതിയാകും. ഇതിനുശേഷം നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഡ്രൈ ആയിട്ട് വരണം. അത് ഒരു മാക്സിമം 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോളം നിങ്ങൾക്ക് വഴറ്റാവുന്നതാണ്. നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇത് വഴറ്റേണ്ടത്. ഞാനിവിടെ ഒരു 5 to 7 മിനിറ്റ്സ് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ചില്ലി എഗ് കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ക്യാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ.